ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു പൊട്ടറ്റോ കറിയാണ് ഉണ്ടാക്കാവുന്നത്. ബാച്ചിലേഴ്സിനും അതുപോലെ പുതിയതായിട്ട് കുക്കിംഗ് ചെയ്ത് തുടങ്ങുന്നവർക്കും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പൊട്ടറ്റോ കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൊട്ടറ്റോ ഒന്ന് പുഴുങ്ങി ചെറുതായിട്ടൊന്ന് പുഴുങ്ങിയിട്ടുള്ള ഒരുപാട് കുഴഞ്ഞു പോകുന്നത് പോലെ പുഴുങ്ങരുത്. നമ്മൾ ഒരു 2 മീഡിയം സൈസ് പൊട്ടറ്റോ അത് ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് പുഴുങ്ങി നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നതാണ്. അപ്പം കണ്ടാലറിയാം ഒരുപാട് പൊടിഞ്ഞൊന്നും പോയിട്ടില്ല. ഒരുപാട് പൊടിഞ്ഞു പോകാതെ ഒരു വിസിലടിച്ചാൽ മതിയാവും കുക്കറിലാണെങ്കിൽ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു തക്കാളി, ചെറിയ മീഡിയം സൈസ് തക്കാളിയാണ്, അതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. അതും ഒരു ചെറിയ ക്യാപ്സിക്കം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നും പൊടിയായിട്ടല്ല അരിയുന്നത്, കുറച്ചൊരു വലിയ സൈസിലാണ്. പിന്നെ ഒരു സവാള, അതും ഒന്ന് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നമ്മൾ ഇതിനകത്ത് മുളക് പൊടിയൊന്നും ഇടുന്നില്ല, മഞ്ഞൾ പൊടി മാത്രമേ ഇടുന്നുള്ളൂ. നമുക്കൊരു കടയിൽ വെച്ചിട്ട് ഒരു 2 സ്പൂൺ എണ്ണ ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇത്തിരി കടുകും ജീരകവും ഒന്ന് പൊട്ടിച്ചെടുക്കണം. പിന്നെ നമുക്ക് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ കടയിൽ നമ്മളൊരു 2 ചെറിയ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇത്തിരി കടുകിട്ട് കൊടുക്കാം. ആ കൂടത്തിൽ തന്നെ നമ്മൾ ഇത്തിരി ഒരു ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. ജീരകം ആവശ്യമുള്ളവർ ഇട്ടാൽ മതി, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരൊക്കെ ജീരകം ഇട്ടാൽ മതിയാകും. ജീരകം കൂടി ഇടുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് അതിൻ്റെ കൂടത്തിൽ ഇപ്പം സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. കടുകും ജീരകമൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ക്യാപ്സിക്കം, സവാളയും തക്കാളി അല്ലെങ്കിൽ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 കറിവേപ്പിലയും കൂടെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ടിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് വഴഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇത്തിരി മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് നമുക്ക് പൊട്ടറ്റോ ഇട്ട് എടുക്കാം. ഇതൊന്നും നല്ലതുപോലെ വഴലുന്ന വരെ വെക്കാം. തക്കാളി സവാളയൊക്കെ ഇപ്പം നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ പാകം മതിയാകും. തീരെ ആ കളറ് മാറുന്നത് വരെ നമ്മൾ ഇളക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ സമയത്ത് ഇതിനകത്തോട്ട് ഒരു 1/4 സ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാട് സ്പൈസി ആയിട്ടുള്ള കറിയല്ല, അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് മുളക് പൊടി ചേർക്കാത്തത്. അപ്പോൾ പൂരിക്കാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണിത്. ഒന്നും ഒരുപാട് സ്പൈസി ആയിട്ട് എടുക്കുന്നില്ല. പിന്നെ സിംല മിർച്ച്, ഈ കാശ്മീരി ക്യാപ്സിക്കം കിട്ടാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ അതിന് പകരം എരി കൂടുതൽ ആവശ്യമുള്ളവരാണെങ്കിൽ 2 പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിടാം. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പൊട്ടറ്റോ നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്നത് ചേർക്കാം. ഇത് ആവശ്യത്തിന് ഒരുവിധം വെന്ത പൊട്ടറ്റോ ആണ്, അപ്പോൾ ഒരുപാട് സമയം നമുക്കിനി ഇളക്കേണ്ടി വരികയില്ല. നമ്മൾ ഉപ്പ് ഇട്ടാണ് ഇത് പുഴുങ്ങിയത്. വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ അതും കൂടിയും ചേർത്ത് കൊടുക്കാൻ പറ്റും. ഇനി കുറച്ച് മല്ലിയില നമ്മൾ ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ പൊട്ടറ്റോ കറി നല്ല റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ഡ്രൈ ആയി പോകുന്നതിന് മുമ്പിൽ നമ്മൾ എടുക്കണം. ഈ പാകത്തിൽ മതിയാകും. ഒരു ചാറായിട്ട് വേണ്ടിയവരാണെങ്കിൽ ഒരു 2-3 സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാകും. അപ്പം നമ്മുടെ പൊട്ടറ്റോ കറി നമുക്കൊന്ന് ഗ്യാസ് ഓഫാക്കി ഒരു വേറെ പാത്രത്തിലോട്ട് എടുക്കാം. നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ കറിയാണ്. നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരും.